ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികൾ, അല്ലെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവരിലേക്കൊക്കെ ഇങ്ങനെയുള്ള കുറെ കാഴ്ചപ്പാടുകളും കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നതാണെങ്കിലും അല്ലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ സക്സസ്ഫുൾ ആവാത്തവരുണ്ട്. ഈ സക്സസ്ഫുൾ ആവാത്തവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നേരെ കോഴ്സ് വയ്ക്കാനായിട്ട് വരും. അയാൾ സ്വന്തം പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ളവരോട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലിക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കുറെ കൂടെ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റും റെസ്യൂമേല്. അല്ലാതെ ഇപ്പം ബിടെക് ആയിക്കോട്ടെ, BC ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ചുമ്മാ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം ട്രേഡിംഗ് അല്ലെ ഇൻവെസ്റ്റ്മെന്റ് കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോവിഡിന്റെ സമയത്താ ഈ പറഞ്ഞ മിക്കവാറും ഉള്ളവരെല്ലാം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നവരെല്ലാം തന്നെ. മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് ഇതിനെപ്പറ്റി ആഗ്രഹമുള്ളവരുണ്ട്, രണ്ടാമതെന്ന് പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് മൈൻഡ് പോകണം. അപ്പോൾ ഈ ആഗ്രഹമുള്ളവർ തന്നെ പല ടൈപ്പുണ്ട്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഐഡിയ ഉള്ളവർ മാത്രമുണ്ട്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചവരുണ്ട്, പക്ഷേ പ്രോഗ്രസ് ആയി പോകുന്നവരുണ്ട്. അപ്പം ഈ ഐഡിയ ഉള്ളവരത്താണ് ഏറ്റവും പ്രശ്നം ഉണ്ടാകും. കാരണം അവർക്ക് ഐഡിയ മാത്രമേ കാണത്തുള്ളൂ, ഇനി എന്ത് ചെയ്യണം ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. അപ്പം ആ ഐഡിയ മാത്രം ചുരുങ്ങി നിൽക്കും, അവർ സ്റ്റാർട്ടപ്പ് അവിടെ തന്നെ ഫെയിൽ ആകും. ഹുക്കപ്സ് ആണ്. അപ്പൊ അവർ പറയുന്ന നിങ്ങൾ ഇത്ര നാൾ ഈ പല കോഴ്സ് നോക്കി, അല്ലെങ്കിൽ പല രീതികൾ ചെയ്യാൻ നോക്കി, പക്ഷെ അതിനൊന്നും നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബിനാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ സെഷൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യും, ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ ഞാൻ എന്തിനാ അവരെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ലൈക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ആണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് ട്രെൻഡ് ഇല്ലേ. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് എസ്കേപ്പ് ദ മെട്രിക്സ്, ഫിനാൻഷ്യൽ ഫ്രീഡം. അതെ, ഫിനാൻഷ്യൽ ഫ്രീഡം. ഈ കൂടുതലും അങ്ങനെയുള്ള ആ ഒരു ട്രെൻഡിലൊക്കെ ജോബിനെ ഭയങ്കര സ്കാമായിട്ടാണ് കാണുന്നത്. 9 to 5 എന്ന് പറയുന്നത് റാറ്റ് റേസ് എന്ന രീതിയിലാണ് അത് സിംബലൈസ് ചെയ്തിരിക്കുന്നത്. അതെ, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരി, അവർ പറയുന്ന പല കാര്യങ്ങളും ഓക്കെയാണ്. ഇതവിടെ നമ്മൾ 95 ചെയ്തു പോയി, നമ്മൾ ഇത്ര നാള് നമ്മളെ ടൈമും കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇത്ര നേരം നമ്മൾ ഇവിടെ എത്തുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. ബട്ട് അതിന് പകരം അവർ കാണിക്കുന്ന ട്രെൻഡ് യഥാർത്ഥത്തിൽ പിന്നെ മെട്രിക്സ് ഉള്ള ഒരു വേ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതെ, കാരണം ഇപ്പോൾ 9 to 5 എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഭയങ്കര സ്കാമായിട്ട് കാണുന്നു. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ ഞാൻ പറയുന്നത്. ഇപ്പം അവരവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോരോ ബിസിനസ് മോഡലും ബിസിനസ് ഐഡിയാസും ഇല്ലേ, അത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ നമുക്ക് ഇനിഷ്യലി ഒരു ഫണ്ട് വേണ്ടേ, ഒരു ക്യാപിറ്റൽ വേണം. അതെ. ഈ ഒരു ക്യാപിറ്റല് ഇപ്പം ഒരു 9 to 5 ജോബ് ചെയ്യാതെ അല്ലാതെ ഒരു രീതി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ ആയിരിക്കും? അപ്പം അതിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി ആരുടെ നമ്മൾ അതെ, മേടിച്ചിരിക്കും, നോർമലി ആരുടെ നിന്നെങ്കിലും വാങ്ങിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോൺ എടുക്കും, ലോൺ എടുക്കും. അല്ലേ? ലോൺ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നമുക്ക് ഇമോഷണലി അതിനോടുള്ള ഒരു ഫിയർ കാണും, ഇയർ കാണും, പറ്റുമോ തിരിച്ചടക്കണമെന്നല്ലോ ഇല്ലയോ എന്നുള്ളത്. എന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ആരുടെ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും അത് കാണും, എന്നാലും അത്രത്തോളം ആ ഒരു പൈസയുടെ അറ്റാച്ച്മെന്റ് കാണത്തില്ല. കൊടുക്കാം, അതാ, ടൈം ഉണ്ട്, ആ ഒരു ടൈം ഉണ്ട്, കൊടുക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും. പക്ഷെ നമ്മളൊരു ജോബ് ചെയ്തിട്ട് ആ ഒരു ക്യാപിറ്റൽ കണ്ടെത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം എത്രത്തോളം എന്താ പറയുന്നത്, ആ ഒരു ഫണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വന്നു. അത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം, അതിൻ്റെ ആ ഒരു സമയം പോയതും എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാൾ ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ ആ ബിസിനസ്സിനെയും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ കാണാൻ പറ്റും. പറ്റും. അത് അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് അല്ല. അവർ ജോബ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഐഡിയാസ് ഉണ്ടായിരിക്കും. ആ ഐഡിയാസിന്റെ പുറകെ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും അവർ ഇതിനകത്തോട്ട് വരുന്നത്. റാൻഡംലി ഒരു ബിസിനസ് ചൂസ് ചെയ്യുന്നതിന് പകരം അവർക്ക് ഏകദേശം ഒരു ഇപ്പം ജോബിൽ നിന്ന് അല്ലെങ്കിൽ ജോബിന്റെ കാര്യത്തിൽ നിന്ന് അവർ മാറുന്ന റിസൈൻ ചെയ്ത ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിച്ചിട്ടായിരിക്കും, ഇത്ര എനിക്ക് ഇതുകൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പം ഇപ്പോൾ ഉള്ള സോഴ്സ് ഓഫ് ഇൻകം അവിടെ നിൽക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻകം മാറിയിട്ട് ഞാൻ അതിനകത്തോട്ട് പോകുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലായിരിക്കും തോട്ട് പോകുന്നത്. അപ്പം അത്രത്തോളം ഇൻസൈറ്റും കാര്യങ്ങളെല്ലാം അവർ ക്യാപ്ചർ ആയിട്ടായിരിക്കും അതിനകത്തോട്ട് ഇറങ്ങുന്നത്. ആ ഒരു ഇമോഷൻ അവർക്ക് നല്ല രീതിയിൽ ഇമോഷൻ ഭയങ്കരമായിട്ട് അവിടെ പ്ലേ ചെയ്യും. അതെ. അതെ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും 9 to 5 ജോബ് ഭയങ്കര സ്കാം ആണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പം അവര് ഒരുപാട് ട്രെൻഡ് പറയുന്നുണ്ട്, സാസ്, ഡ്രോപ്പ് ഷിപ്പിംഗ്, അങ്ങനെ പല മെത്തേഡ്സ് പറയുന്നുണ്ട്. ശരിക്കും അതൊരു മെട്രിക്സ് അല്ലേ? അതെ. അപ്പം അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ കോഴ്സുകൾ വിൽക്കുക, അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞുതരാം, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇതാക്കിയാൽ മതി, ബാക്കിയുള്ള മെട്രിക്സ് കാണിക്കും. അവരപ്പോ അയാളുടെ ആ ഒരു മെട്രിക്സിലേക്കല്ലേ? അയാൾ സ്വന്തം പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ളവരോട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് അധികം ആരും അങ്ങനെ അത് മനസ്സിലാക്കുന്നില്ല. അവര് വിചാരിക്കുന്ന ഒരു ട്രെൻഡ്, ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്കും ഇൻകം ഉണ്ടാകും, അല്ലെങ്കിൽ ഞാനും ഇതോട്ട് റിച്ച് ആവും. ശരിയാണ്, അവർ റിച്ച് ആവുന്നുണ്ടായിരിക്കും, ബട്ട് അപ്പോഴും ആ ഒരു റേഷ്യോ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ആട് ബുദ്ധിമുട്ടുണ്ടാവും. അതെ,
ഇപ്പം അതുപോലെ തന്നെ ട്രേഡിങ്ങിന്റെ ആണെങ്കിലും ഇപ്പം ചുമ്മാ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഞാനിപ്പം അതെല്ലാം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ സ്കാമാ, ഒരു 90%. ശരിക്കും റിയൽ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവര് ഈ യൂട്യൂബിലേക്ക് അല്ലെ ഇൻസ്റ്റയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പം ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഒരാളുടെ വീഡിയോ കാണുന്നുണ്ട്, രാജ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഈ രാജ ബാങ്ക്സ് പുള്ളി നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കുന്നുണ്ട് ട്രേഡിങ്ങിൽ കൂടെ, ഫോറക്സ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഗോൾഡിലാണ് ട്രേഡ് ചെയ്യുന്നത് പുള്ളി. പുള്ളി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ പോലെ ലൈവായിട്ടുള്ള സെഷൻസ് യൂട്യൂബിൽ ഇടും. അതുപോലെ തന്നെ പുള്ളിക്ക് മാർക്കറ്റ് ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു ഒരു കോഴ്സ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലൊക്കെ ഉണ്ട്. പുള്ളിക്ക് സ്വന്തമായിട്ട് ഡൊമിനിയൻ മാർക്കറ്റ്സ് എന്ന് പറയുന്ന ബ്രോക്കർ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പുള്ളിക്ക് മാജിക് കീസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റും ഉണ്ട്. ഈ ഇത്രയും സാധനം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് ഒരു കുറെ സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അതിനുവേണ്ടി മാത്രമാണ് പുള്ളി യൂട്യൂബിലേക്ക് വന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നതാണെങ്കിലും അല്ലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ സക്സസ്ഫുൾ ആവാത്തവരുണ്ട്. ഈ സക്സസ്ഫുൾ ആവാത്തവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നേരെ കോഴ്സ് വിൽക്കാനായിട്ട് വരും. പക്ഷെ ശരിക്കും ഈ പറഞ്ഞ പോലെ റിയലായിട്ട് ഏൺ ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡിങ് ചെയ്യുന്നതാണ്. അപ്പം ഡയറക്റ്റ് എന്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉണ്ട്, എന്തെങ്കിലും ബിസിനസ് ഉണ്ട്, അതിനെ ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിരിക്കും അവര് ഈ പറഞ്ഞ ഓഡിയൻസിനെ ആ, ജനറേറ്റ് ചെയ്യാനുള്ളത്. അതെ, അതിപ്പം ട്രേഡിംഗ് മാത്രമല്ല, ഏതൊരു കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും നമുക്ക് അറിയാവുന്ന ഷിഫ്റ്റ് ലൈഫ് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ആക്കി മാറ്റി. അതിനുശേഷം അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഓരോ ഹോട്ടലായാലും റെസ്റ്റോറന്റ് ആയാലും നമ്മൾ ഒബ്വിയസ്ലി അവിടെ പോകും. കാരണം നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ യഥാർത്ഥത്തിൽ മാർക്കറ്റിംഗ് ട്രെൻഡാണ് ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അത് ആരും പല മനസ്സിലാക്കുന്നില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, ഇപ്പം നിനക്ക് സ്റ്റാർട്ടപ്പിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് എന്തുവാ? സ്റ്റാർട്ടപ്പ് അല്ല ഒരു ബിസിനസിനെ പറ്റി. സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പം മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് ഇതിനെപ്പറ്റി ആഗ്രഹമുള്ളവരുണ്ട്. രണ്ടാമത് പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് മൈൻഡ് ഓഫ് ആണ്. അപ്പൊ ഈ ആഗ്രഹമുള്ളവർ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ അവർക്ക് ജസ്റ്റ് ഐഡിയ ഉള്ളവർ മാത്രമുണ്ട്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ച് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചവരുണ്ട്. അത് പക്ഷേ പ്രോഗ്രസ് ആയി പോകുന്നവരുണ്ട്. അപ്പം ഈ ഐഡിയ ഉള്ളവരകത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം അവർക്ക് ഐഡിയ മാത്രമേ ഇപ്പോൾ കാണത്തുള്ളൂ. ഇനി എന്ത് ചെയ്യണം ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. അപ്പം ആ ഐഡിയ മാത്രം ചുരുങ്ങി നിൽക്കും. ആ ഒരു സ്റ്റാർട്ടപ്പ് അവിടെ തന്നെ ഫെയിൽ ആകും. അതെ, ഈ ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവും. കാരണം ഒരു അടുത്ത കേസ് വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് തോട്ട് ഉണ്ടാവും. അങ്ങനെ ഓരോന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാർട്ടപ്പിൽ നിന്ന് തന്നെ ചിലപ്പോൾ അടുത്ത കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഐഡിയ കിട്ടും. അതെ. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ട്. സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞായിരിക്കും ഒരു കുറെ ശതമാനം ആൾക്കാർ ബിടെക് ഒക്കെ ചൂസ് ചെയ്യുന്നത്. അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ പക്ക എന്താ പറയുന്നത്, ഫുൾ ഡിമോട്ടിവേഷൻ ആയിരിക്കും. കാരണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്ന് പറയും, അല്ലെ അവരോരോ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യും. ആ ഒരു കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹെഡിലുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് അവർക്കൊരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടി ചെയ്യുന്ന ഓരോ പരിപാടികളായിരിക്കും മിക്കവാറും ഉള്ളിടത്തല്ല. അല്ല, മിക്ക അങ്ങനെയാണ്. അവർക്ക് ക്രെഡിറ്റ് കിട്ടുക. അതെ. അല്ലാതെ ഇപ്പം ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്. പ്രോപ്പറായിട്ട് ഒരു ക്ലാരിറ്റി വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവരത് എക്സിക്യൂട്ട് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫണ്ടിന്റെ ഷോർട്ടേജ് ആവാം. പക്ഷേ പ്രോപ്പറായിട്ട് ഒരു ക്ലാരിറ്റി അല്ല വിഷൻ ഉണ്ടെങ്കിൽ അവർക്കത് അതിൽ നല്ലൊരു മോട്ടിവേഷൻ കാണും ചെയ്യാനായിട്ട്. ക്ലാരിറ്റി വിഷൻ ഇല്ലാത്തതാണ് മെയിൻ റീസൺ അവർ ചെയ്യാതിരിക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വിഷൻ ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചു, അവർക്ക് അത് ചെയ്യണമെന്നുണ്ട്, അത് എന്തായി തീരുമെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോഴത്തേക്ക് അവർക്ക് ഇപ്പം ഫണ്ട് ഷോർട്ടേജ് ആണെങ്കിൽ പോലും അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. ശരിക്കും കോളേജിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്കൂൾ ലെവലിൽ തന്നെ നല്ല കഴിവുള്ള പിള്ളേരുണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തന്നെ. ഇപ്പൊ ഒരുപാട് പിള്ളേരില്ലേ അങ്ങനെ. ടെസ്റ്റ് കഴിഞ്ഞിട്ട് മിക്കവരും അതെ, അതിന് പോകുന്ന നല്ല കുറെ ഒരു ഐഡിയ ഉണ്ട്. അതെ. അവരെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കുട്ടികളിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെ കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കണം കൂടുതലായിട്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇ കൊമേഴ്സ് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇ കൊമേഴ്സ് ബിൽഡ് ചെയ്യേണ്ട സമയത്ത് അതിൽ വേണ്ട ഘടകങ്ങൾ പല പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ടീം തന്നെ അതിന് ബിൽഡ് ചെയ്യുക. ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിലൊരു UI UX ഡിസൈനർ വേണം, അതുപോലെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ വേണം, ബാക്ക് എൻഡ് ബാക്ക് എൻഡ് ഡെവലപ്പർ വേണം. എന്നിട്ട് അതിൽ തന്നെ ഇപ്പം കുറെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ.
ഇതൊക്കെ ചിലപ്പം ബേസിക് ആയിട്ട് ഇപ്പം എനിക്കൊരു ഇ കൊമേഴ്സ് ബിൽഡ് ചെയ്യണമെന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഐഡിയ അതിനെപ്പറ്റി ഒന്നും വലിയൊരു ഉണ്ടായിരിക്കും. ഐഡിയ കാണത്തില്ല. മാഡം ഐഡിയ നല്ല രീതിയിൽ അതെ. കൊണ്ടായിരിക്കും സംഭവമായിരിക്കും, പക്ഷെ അതിന് ഈ എക്സിക്യൂഷനിലോട്ട് വരുമ്പോഴാണ് അത് തന്നെ ഇപ്പൊ ഒരു ക്ലാരിറ്റി കാണത്തില്ല. ഈ ഒരു കമ്മ്യൂണിറ്റീസ് അല്ലെ ഓർഗനൈസേഷൻസ് നല്ല രീതിയിൽ ഒരു ക്ലാരിറ്റി കുട്ടികളിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സ്റ്റാർട്ടപ്പ് ഈ ഓൺടർപ്രണേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ തലപ്പത്തുള്ള ഒരാൾക്ക് ക്രെഡിറ്റ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന പരിപാടി പോലെ എല്ലാം എനിക്ക് ഫീൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള. ഇത്ര നാളൊരു പ്രോഗ്രാം അവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെ. നമ്മുടെ കമ്മ്യൂണിറ്റി ഇത്ര ആ, ആക്റ്റീവ് ആണ് എന്ന് അതെ. കാണിക്കുന്നതിന് മാത്രം സംഭവിക്കുന്നു. ശരിക്കും അവരുടെ ഒരു എൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺടർപ്രണേഴ്സിനെ ഈ എന്താ പറയുന്നത് കൊണ്ടുവരിക അല്ലെ പുതിയ പുതിയ കമ്പനീസ് കൊണ്ടുവരിക. അതാണ് അവരുടെ എൻ ഗോൾ എങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അതിന് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഈ ഒരു ടീം കൊടുക്കണം, ടീം ഉണ്ടാക്കി കൊടുക്കണം. ഈ പറഞ്ഞ പോലെ നല്ലൊരു കണക്ഷൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്നും ചെയ്യാതെ ചുമ്മാ തട്ടിക്കൂട്ടി എന്തെങ്കിലും കുറെ ഹാക്കത്തോൺ അല്ലെ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് സംഭവിക്കുമ്പോൾ കമ്മ്യൂണിറ്റിയെ മാത്രമല്ല, അതിപ്പം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ അങ്ങനെ ഓരോ പ്രശ്നമുണ്ട്. കാരണം അവിടെ ഒരു ടൈം കോൺസ്റ്റന്റ് ഭയങ്കരമായിട്ട് ഉണ്ടായതുകൊണ്ട് ഉം. പിള്ളേർക്ക് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണം, മറ്റേതിൽ ഫോക്കസ് ചെയ്യണം മനസ്സിലാവത്തില്ല. കാരണം എക്സാമും കാരണം പെട്ടെന്നാണ് വരുന്നത്. അവർക്ക് ഒന്നിനും ടൈമില്ല, ഇതോട്ടൊരു ഇമോഷൻ സപ്പോർട്ട് ഇല്ല, ക്ലാരിറ്റി കുറവ്. ഇതെല്ലാമാണ് ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഇറങ്ങി അത് ഫെയിലോ ഗെയിനോ എന്തൊക്കെ, ബട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഇൻസൈറ്റ് ഉണ്ടായിരിക്കും. അത് വെച്ച് ഞാൻ ആലോചിക്കും, ഓ ഇങ്ങനെ ചെയ്ത് എനിക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്ത് എനിക്ക് അടുത്ത കുറച്ച് ഇപ്പൊ ഈ കാര്യം എനിക്ക് മനസ്സിലായി, ഒരു എനിക്ക് ധൈര്യം എല്ലാത്തിനും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. ഒരു ധൈര്യം കിട്ടും, അല്ലെങ്കിൽ അതെ. എനിക്ക് പറഞ്ഞ ബാക്ക് പ്ലാൻ വേണം, ഉം. എങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും. അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആവും. അതായത് ഇപ്പോൾ ഒരു ഈ പറഞ്ഞ ഇ കൊമേഴ്സ് തന്നെ ആയിക്കോട്ടെ, ഇ കൊമേഴ്സ് ബിൽഡ് ചെയ്യണം. ഇ കൊമേഴ്സ് ബിൽഡ് ചെയ്യേണ്ട സമയത്ത് അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വിഷൻ കാണുമല്ലോ, ഇത് എങ്ങാനും ഫ്ലോപ്പായി പോയാലോ. പക്ഷെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും ഞാൻ ഇത്രയും നാള് ഇട്ട എഫേർട്ടിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്ന് നോക്കണം. എന്നിട്ട് അതിനു വേണ്ടി ഒരു ബാക്കപ്പ് പ്ലാൻ കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇ കൊമേഴ്സ് ബിൽഡ് ചെയ്യുക, കുറെ നാൾ എഫേർട്ട് ഇട്ട് ഒരു 3-4 വർഷം, എന്നിട്ട് 3-4 വർഷം വേണ്ടി വരത്തില്ല, ഇപ്പോൾ ഒരു രണ്ട് വർഷം ആയിക്കോട്ടെ, മാക്സിമം 2 വർഷം. എന്നിട്ട് ആ ഒരു കുട്ടി തന്നെ സ്വന്തമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തു, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ UX അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ബിൽഡ് ചെയ്തിട്ട് ബാക്കി ആൾക്കാരെ ഹയർ ചെയ്തെന്ന് വിചാരിച്ചു. ഹയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവന്റെ കയ്യിൽ ഓൾറെഡി ഒരു സ്കില്ലുണ്ടല്ലോ ഇന്നൊരു കാര്യത്തിൽ. അപ്പൊ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഇ കൊമേഴ്സ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും ഇവൻ ആ ഒരു ഇപ്പോൾ UX ഡെവലപ്പർ ആണെന്ന് ഡിസൈനർ ആണെന്ന് വിചാരിച്ചു, അല്ലെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ ഫ്രീലാൻസ് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ കമ്പനി തുടങ്ങാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലിക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. പ്ലാൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കുറെ കൂടെ ഒരു എക്സ്പീരിയൻസ് കാണിക്കാൻ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റും റെസ്യൂമേല്. അല്ലാതെ ഇപ്പം ബിടെക് ആയിക്കോട്ടെ, BC ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ചുമ്മാ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചുമ്മാ അവിടെ ആണെങ്കിലും ഈ പറഞ്ഞ നമ്മൾ പോലെ പഠിക്കുന്ന തിയററ്റിക്കലി കുറെ കാര്യങ്ങൾ, പക്ഷെ അത് എന്താണെന്ന് അല്ലെങ്കിൽ എവിടെ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഇല്ല, എവിടെ അപ്ലൈ ചെയ്യണമെന്ന് അത് മനസ്സിലാക്കില്ല. ഏറ്റവും വലിയ ഇതിന്റെ ഒരു ഫെയിലർ എന്ന് പറയുന്നത്. അതെ, പ്ലേസ്മെന്റിന്റെ കേസ് എടുത്താൽ തന്നെ അധികം ആർക്കും അങ്ങനെ നല്ല പ്ലേസ്മെന്റ്സ് ഒന്നും കിട്ടാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്ലേസ്മെന്റ് സംഭവിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ലെവൽ ഉണ്ടായിരിക്കും, അവർ എക്സ്പെക്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിന്. ബട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന എക്സ്പോഷറും അത് നമ്മൾ ഭയങ്കര ഡ്രാസ്റ്റിക് ആയ ഡിഫറൻസ് ആയിരിക്കും. അതെ. ഇപ്പം നമ്മൾ എല്ലാവരും പറയും നമ്മൾ സ്വന്തമായിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം, ഓക്കെ ശരിയാണ്, ബട്ട് അതിന് കിട്ടേണ്ട ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്നതുകൊണ്ട് ടൈമും ഒന്നും നമുക്കവിടെ കിട്ടുന്നില്ല. അതാണ് ഇത്രയും ഈ പ്ലേസ്മെന്റ് ആവാത്തതിന്റെയും ഒരു പ്ലേസ്മെന്റ് ഒരു കിട്ടാത്തതിന്റെ പ്രശ്നം ഒക്കെ ഉണ്ടാകും. പ്രശ്നം. കുറെ കുട്ടികൾ ഈ പറയുന്ന പോലെ ഒരുപാട് പേര് പ്ലേസ്മെന്റ് കിട്ടാതെ പോകുന്നുണ്ട്. ഇപ്പൊ ബിടെക് തന്നെ ഒരു 3-4 ലക്ഷം രൂപ മുടക്കി കൊടുത്താണ് എല്ലാരും പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചിട്ട് അതിന് തക്കതായിട്ട് ഒരു സാലറി കിട്ടുന്ന ഒരു ജോബൊന്നും ആർക്കും കിട്ടുന്നില്ല. പക്ഷെ എന്നാ വേറെ ഓരോരോ ചെറിയ ചെറിയ കോഴ്സ് അല്ല ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, മറ്റേ നമ്മളിപ്പോ മെട്രിക്സിന്റെ കാര്യം ഉം. പറഞ്ഞില്ലേ, അവിടെ ഓരോരോ കോഴ്സ് ഒക്കെ കൊടുക്കുന്നില്ലേ. അത് ചെയ്യുന്ന ആൾക്കാർ പോലും ഒരു ബിടെക് പഠിച്ച ആളെക്കാളും ഏൺ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ കൂടെ, അല്ലാതെ ജസ്റ്റ് അഫിലിയേറ്റ്. വന്നിട്ട് തന്നെ ഒരു കോഴ്സ് ഇട്ടാൽ മതിയല്ലോ, ഞാൻ ഇത്രയും ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്താൽ മതി, എന്റെ കോഴ്സ് മേടിക്ക് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതിനകത്ത് അവരെന്ന് പറയാൻ പോകുന്നത് ഈ അവർ അല്ലാതെ പറയുന്ന കാര്യങ്ങൾ തന്നെ ഈ പിന്നെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറയാൻ പോകുന്നത്. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞ ശേഷം അതെ. എല്ലാത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു ട്രെൻഡ് ഫോളോയിങ് സിസ്റ്റമാണ്. ഈ പറഞ്ഞ പോലെ ആൻഡ്രൂ ടേറ്റിന്റെയും ഇമാൻ ഗാഡ്സിയുടെയും കോഴ്സുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. എല്ലാരും അതിന്റെ പുറകെ പോകും.
ഇതിപ്പം ജസ്റ്റ് വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ UK അല്ലെ കാനഡയിലോട്ട് എബ്രോഡ് പഠിക്കാനും ജോലി ചെയ്യാനും പോകുന്നവര് അതും ഒരു ട്രെൻഡ് ഫോളോയിങ് സിസ്റ്റം ആണ് അതെ. അല്ലേ? ശരിക്കും കാശുണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ഫോളോയിങ് സിസ്റ്റത്തിന്റെ ഈ കൂടെ പോവാതെ അതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് അതിനെ വിറ്റ് കാശുണ്ടാക്കണം. എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് NVIDIA. എൻവിഡിയ എൻവിഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു 2005, 6, 7 ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുമ്പം ഭയങ്കര ടെക്നോളജി ഭയങ്കരമായിട്ട് ബൂം ചെയ്യാനായിട്ട് ഇപ്പം പോകുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. ആ സമയത്ത് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ ഇവരെല്ലാം അവരുടെ പുതിയ 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 പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. ചോദിച്ചോട്ടെ. എൻവിഡിയ ഒരു ലോങ് ടൈമിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം തന്നെ അതിലൊരു പ്രോസസ്സിംഗ് പവർ വേണ്ടി വരും. എന്നിട്ട് എൻവിഡിയ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം അതുകൊണ്ട് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പനികളിൽ എൻവിഡിയ. ഇപ്പൊ ഈ പറഞ്ഞ അതിനകത്തുള്ള എംപ്ലോയീസ് തന്നെ അറൌണ്ട് ആ എംപ്ലോയീസ് തന്നെ പറഞ്ഞ മില്ലിയേഴ്സ് ആണ്. അതെ നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള ഒരു സ്വന്തമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർ തന്നെ ഭയങ്കര മില്ലിയേഴ്സ് ആയിട്ടുള്ള ലെവലാണ് വന്നേക്കുന്നത്. നിങ്ങളിപ്പോ വേറെ ഒന്നും നോക്കണ്ട. ഈ പറയുന്ന പോലെ കോഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, കോഴ്സ് അല്ല എബ്രോഡ് പോകുന്ന കാര്യം. എബ്രോഡ് പോകുമ്പോഴത്തേക്ക് അതൊരു ട്രെൻഡാണ്. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ശരിക്കും അതിൽ കാശുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് എബ്രോഡ് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലേ, സാന്റാ മോണിക്ക, അതുപോലെ കുറെ ഉണ്ടല്ലോ. ഒരുപാട് അതെ, അവരാണ് കൂടുതൽ ഫണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അവർക്കും അവര് പറഞ്ഞു വിട്ട് അവര് നമ്മുടെ അടുത്ത് പറയുന്ന ഒന്ന് അവിടെ ഓഫർ ചെയ്യുന്നത് വേറെ ടൈപ്പ് ആയിരിക്കും. പക്ഷെ അവർക്ക് ഓൾറെഡി ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്രയും കിട്ടി. പിന്നെ അവർക്ക് ഇനി എന്ത് പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു വിട്ടാൽ മതി. ആ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കും. എല്ലാരും ജസ്റ്റ് ട്രെൻഡിന്റെ കൂടെ പോവാതെ നിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ബിസിനസ് ചെയ്യാൻ നോക്കുക. അത് കുറെ കൂടെ സക്സസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതോട്ട് മൾട്ടി പ്ലാൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, മൾട്ടി സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ശ്രമിക്കുക. അതെ. പിന്നെ ഇപ്പം ട്രേഡിംഗ് അല്ലെ ഇൻവെസ്റ്റ്മെന്റ് കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോവിഡിന്റെ സമയത്താ ഈ പറഞ്ഞ മിക്കവാറും ഉള്ളവരെല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നവരെല്ലാം തന്നെ അവർ ആ ഒരു സമയത്ത് സക്സസ്ഫുൾ ആയി. പിന്നെ അവർ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്ന് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഇപ്പം ഫെയിം ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഒരു വേറെ ട്രെൻഡ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ട്രേഡിങ്ങിലോട്ട് വരിക. ട്രേഡിങ്ങിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലക്ഷറി ലൈഫ് സ്റ്റൈല് ഇതെല്ലാം കണ്ടാ വരുന്നത്. അങ്ങനെ അതെ, അതിന്റെ പുറകിലുള്ള സ്ട്രഗിൾ ആരും കാണുന്നില്ല. ഈ പറയുന്ന ഇവരെല്ലാം ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ലൈവ് സ്ട്രീം ചെയ്യാറുണ്ട്. ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് ഒരു ട്രേഡിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് $5000, $10000 ഒക്കെയാണ് കാണിക്കുന്നത്. നമ്മള് ക്യാപിറ്റൽ എത്രയാണെന്ന് അവര് പ്രോപ്പറായിട്ട് പറയുന്നൊന്നുമില്ല. അവര് ചിലപ്പം അവരുടെ ക്യാപിറ്റലിന് ഒരു 1%, 2% ആയിരിക്കും റിസ്ക് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു 5000 രൂപ അല്ല ഇപ്പോൾ 1,00,000 രൂപ ഇട്ട് 1,00,000 രൂപ ഇട്ട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ എന്തുവാ, ജസ്റ്റ് ഒരു 50,000 രൂപ ഉണ്ടാക്കുക ഒരു ട്രേഡില്. അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ റിസ്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു 25,000 രൂപയൊക്കെ ആയിരിക്കും റിസ്ക് ചെയ്യുന്നത്. പോട്ടെ, 25,000, 10,000 നമ്മൾ റിസ്ക് ചെയ്യണം. 25,000 റിസ്ക് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെ 4 ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ക്യാപിറ്റലും പോയി കഴിഞ്ഞു. പക്ഷെ ഒരു നല്ലൊരു ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ ട്രേഡ് ചെയ്യുന്നവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഒരു 1% അല്ലെ 0.5% അത് അവർ നോക്കുന്ന അവരുടെ ഒരു ട്രേഡിങ് സ്റ്റൈലാണ്. ചിലപ്പോൾ ഒരു സ്കാൽപ്പ് ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരായിരിക്കാം. അതിന് അവരുടെ ഒരു ട്രേഡിങ് സ്റ്റൈലിനെ മാച്ച് ചെയ്യുന്ന ഈ റിസ്ക് മാനേജ്മെന്റ് കാണും. അങ്ങനെയാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലക്ഷറി ലൈഫ് സ്റ്റൈൽ അത് മാത്രമേ കാണുന്നുള്ളൂ. ഈ ട്രേഡ് ചെയ്തവരുടെ കയ്യിൽ നിന്ന് തന്നെ എത്രത്തോളം പൈസ അവർക്ക് പോയെന്ന് ആരും അറിയുന്നില്ല. അങ്ങനെ ജസ്റ്റ് ട്രേഡിങ്ങിലേക്കല്ലേ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വന്നിട്ട് ഒരുപാട് പൈസ കളയുന്നവരുണ്ട് ഒന്നും അറിയാതെ. അതിലെന്ന് വെച്ചാൽ ഹുക്കപ്സ് ആണ്. അപ്പൊ അവര് പറയുന്ന നിങ്ങൾ ഇത്ര നാൾ ഈ പല കോഴ്സ് നോക്കി അല്ലെങ്കിൽ പല രീതികൾ ചെയ്യാൻ നോക്കി, പക്ഷെ അതിലൊന്നും നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബിനാർ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സെഷൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യും, ഞാൻ പഠിപ്പിച്ചു തരാം. അത് ഞാൻ എന്തിനാ അവരെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ലൈക്ക് അവർ ഇത്രയും ഇതായിട്ട് വന്നിട്ട് പിന്നെയും അവര് അവര് ഇതാക്കിയിട്ട് ബാക്കി ബെഗ് ചെയ്യുന്നത് ആൾക്കാർ റിച്ചാൻ ബെഗ് ചെയ്യുന്നതൊക്കെ തോന്നിപ്പോ. അപ്പം അത് കണ്ടിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഇതുവിട്ട് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരിക്കലും ഞാൻ റിച്ചായിട്ട് ഞാൻ നിന്നെ റിച്ചാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യം, ഇപ്പൊ നമ്മൾ ഒരു പറഞ്ഞ റിലേഷൻ ഇല്ല, ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അത് എനിക്ക് ഇതിൽ ഗുണം ഉണ്ടാവണം. അതാണ് ഒബ്വിയസ്ലി ചിന്തിക്കുന്നത്. ഇപ്പം നിനക്ക് ഒരു ക്യാഷ് ഉണ്ടായാൽ പോലും ആ റേഷ്യോ സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഈ ഇപ്പോഴും നമുക്ക് ഈ മണിയുടെ ഇത്ര ആൾക്കാർ ജനറേറ്റ് ആകുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ആ ഒരു മണിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ട്രെൻഡ് ഫോളോ അല്ലെങ്കിൽ നമ്മുടെ കാര്യം മാത്രം ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ
ചിലപ്പോൾ നമുക്ക് ശരി നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, ബട്ട് അതുകൊണ്ട് ഗുണം ഉണ്ടായെന്ന് വരത്തില്ല. അതെ, നമ്മള് വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ എത്താൻ വരത്തില്ല. പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ഇപ്പം എന്താ പറയുക, എല്ലാരും ട്രെൻഡ് ഫോളോ ചെയ്ത് തന്നെ പോകുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പറയാന്നേ ഉള്ളൂ, നമ്മളും ഇത് തന്നെ ആയിരിക്കും ഫോളോ ഫോളോ ചെയ്യുന്നത്. ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പം അത് പണ്ട് തൊട്ട് ഈ ട്രെൻഡ് സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇപ്പം പണ്ട് തൊട്ട് നമ്മൾ എഡ്യൂക്കേഷൻ നോക്കും, ഡോക്ടർ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഉം. പണ്ട് അതിന് അത്രയും വാല്യൂ ഉണ്ടായിരുന്നു. Like, അന്ന് ആൾക്കാരുടെ എണ്ണം കുറവാണ്, ഈ അതെ. എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആകുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവാണ്. അപ്പൊ അവർക്ക് അത്രത്തോളം ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു സാധനം അന്ന് ആൾക്കാർ ട്രെൻഡ് എല്ലാം ഫോളോ ചെയ്തു, ഓ ഇത്രയും പേര് എഞ്ചിനീയേഴ്സ് ആവാം, അപ്പം അതിനാണ് സ്കോപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്തു. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്ത് നമ്മൾ സാച്ചുറേഷൻ എത്തും. പിന്നീട് അതിനപ്പുറത്തോട്ട് നമ്മൾ അടുത്ത കണ്ടുപിടിക്കണം. ഇപ്പം ബിടെക് ലൈഫ് എടുത്തു നോക്കി കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞല്ലേ, കുറെ കുട്ടികൾ വരുന്നുണ്ട്. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും സ്ട്രഗിള് കാണുന്നില്ല, അല്ലെ സക്സസ്ഫുൾ ആവാത്തവരെ നോക്കുന്നില്ല, എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയില്ല. ആവുന്നില്ല. ആ ഒരു കേസും കൂടെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊരു ക്ലാരിറ്റി വരുമായിരിക്കും. ജസ്റ്റ് സക്സസ്ഫുൾ ആവുന്നവരെ മാത്രം എന്തിനാ നോക്കുന്നത്, സക്സസ്ഫുൾ ആവാത്തവരെയും കൂടെ നോക്കണം, എന്തുകൊണ്ട് അവർ സക്സസ്ഫുൾ ആയില്ല. അതായത് ഇപ്പം നമ്മുടെ ഒരു ഐഡിയക്കകത്ത് നമുക്ക് കോൺഫിഡൻസ് വേണം, ഒബ്വിയസ്ലി വേണം. ഉം. പക്ഷെ ആ ഒരു ഐഡിയ ഉറപ്പായിട്ടും സക്സസ് ആകുന്നു എന്നുള്ള രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഉം. അത് ലോസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഒരു കൺസേൺ വേണം. എപ്പോഴും നമുക്കൊരു റിസ്ക് മാനേജ്മെന്റ് അല്ല ഒരിക്കലും നമുക്കൊരു കൺസേൺ വേണം എപ്പോഴും. എപ്പോഴും ഒരു റിസ്ക് മാനേജ്മെന്റ് എന്നിട്ട് വേണം. വേണം. അതായത് ഇത് തിരിച്ചൊരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം. നമുക്കിപ്പോൾ അത്രയും ഇപ്പൊ ഫണ്ട് ഇറക്കിയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് അല്ലെ ബിസിനസ് ചെയ്യുന്നത്, അത് പൊളിഞ്ഞു പോയി, എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. അതാണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പം ഉം. അംബാനി അംബാനി പുള്ളി എന്തിനാ ഓരോ ഡേയിൽ അല്ലെങ്കിൽ ടാറ്റ അവര് ഓരോ ടൈമിലും കമ്പനീസ് എണ്ണം അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റിന് എണ്ണം ജനറേറ്റ് കൂടിക്കൊണ്ടിരിക്കണം. ഉം. കാരണം ഓരോ പ്രൊഡക്റ്റ് ആയാലും അത് എത്തുന്ന ഒരു കർവ് എത്തും. ആ കർവ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നോർമൽ ഫ്ലോ ആയിരിക്കും, അതിന് മേളിൽ പോകാൻ പാടാം. അപ്പം ആ ഒരു കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അടുത്ത പ്രൊഡക്റ്റ് ഇറക്കി ആ ഗ്രാഫിന് മേളിൽ പോകണം. ഉം. ഇതാണ് സത്യത്തിൽ യഥാർത്ഥ മാർക്കറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ എല്ലാവരും നോക്കിയാലും മിനിമം ഒരു 5 സോഴ്സ് ഓഫ് ഇൻകമെങ്കിലും കാണും, റിച്ച് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ഇമാൻ ഗാഡ്സി ഒക്കെ എടുത്തു നോക്കി ഇത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്, പിന്നെ കോഴ്സ് വിൽക്കുന്നത്, പിന്നെ അല്ലാതെ കുറെ ബിസിനസ് കാര്യങ്ങളുണ്ട്, ഒരു കുറെ സോഴ്സ് ഉണ്ട് അവർക്ക്. പിന്നെ ഇതെല്ലാം ഒരു ബ്രാൻഡ് വാല്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ കൊണ്ട് മെയിനായിട്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്താ, നിങ്ങൾക്ക് ഇപ്പം സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്, ആ ഒരു ഐഡിയയെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി വിഷൻ കാണും, പക്ഷെ അത് ഒരിക്കലും നിങ്ങളിന്ന് വേറൊരാളോട് പറയില്ലെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ അത്ര ഒരു ക്ലാരിറ്റിയും വിഷൻ പോലും ആ കേൾക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കത്തില്ല. ആ സമയത്ത് അയാൾ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു കാരണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മറ്റൊരാളോട് പറയുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ഡോപ്പമിൻ സ്റ്റിമുലേറ്റ് ആവും, നിങ്ങൾ കുറെ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെ ബിസിനസ് ആയിക്കോട്ടെ അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് അവിടെ കുറയും. പക്ഷെ നിങ്ങൾ ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ പിന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്ലോ ഓൾറെഡി വരും. നമുക്ക് അടുത്ത ഒരു എന്ത് ചെയ്യണം നമുക്ക് വരും. അപ്പൊ നമുക്ക് അത് ഇപ്പൊ നമ്മളെടുത്ത് ഐഡിയ കുറച്ചും ബെറ്റർ ആയിട്ടുള്ള അതെ. അടുത്ത് നമുക്ക് വരാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ മൊത്തത്തിൽ വേറെ രീതിയിലായിരിക്കും കാണുന്നത്, അത് ഓരോരുത്തരുടെ ഇഷ്ടം, ഹ്യൂമൻ നേച്ചറാണ്. ഹ്യൂമൻ നേച്ചർ. പിന്നെ വേറെ കുറെ ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിക്കും ഇതിലേക്ക് വരുന്നതിന് മുന്നേ ആ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം, കുറെ പാരാമീറ്റേഴ്സ് ഒക്കെ കാണുമല്ലോ, നമുക്ക് എല്ലാം അതിനെപ്പറ്റി എല്ലാം. ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ ഉം. ഏകദേശം ഒരു റൗണ്ട് ഓഫ് ഐഡിയ കിട്ടും ആ എന്താണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിലൊക്കെ നല്ലൊരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ ഫർദർ മുന്നോട്ട് നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൽ ആ ഒരു ഫാക്ടേഴ്സിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് മണി മാനേജ്മെന്റ്. ശരിക്കും ഫിനാൻഷ്യലി ഉള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂൾ ലെവലിലോ അല്ലെങ്കിൽ കോളേജ് ലെവലിലോ ഒന്നും നമുക്ക് കിട്ടാറില്ല. അതുണ്ടെങ്കിൽ കുറെ കൂടെ നന്നായിരിക്കും അല്ലേ, ഫണ്ടമെന്റൽ ആയിട്ട് ആവശ്യമുള്ള കാര്യമാണത്. കാരണം ഫണ്ടമെന്റലി. നമുക്ക് എത്ര ഇൻകം അല്ലെങ്കിൽ എത്ര നമ്മൾ എമൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അത് മാനേജ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോയില്ലേ മൊത്തം. അതെ, ശരിക്കും എല്ലാരും ട്രഡീഷണലി ഇപ്പം കൺവെൻഷനലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ട് ഇപ്പം ഉണ്ടെന്ന് വിചാരിച്ചു, കുറച്ച് ഫണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ജസ്റ്റ് സേവ് ചെയ്ത് വെക്കും, കുറച്ച് ചെലവാക്കും അങ്ങനെ.
പിന്നെ ആൾക്കാര് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഓരോ SIP, മ്യൂച്വൽ ഫണ്ട്സ്, ഒരു സ്കീമില് SWP അതിലേക്കൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ്. നേരത്തെ ഒക്കെ അതിന് ആ ഒരു സിസ്റ്റം, ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഒരു ബ്ലാക്ക് കോൺസെപ്റ്റ് എന്ന് മാർക്കറ്റ് വെച്ച് ആയിരുന്നു കഴിഞ്ഞാൽ, ചെയ്യുന്നത്. അതെ, ആ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പൈസ ഇട്ടാൽ നമ്മുടെ പൈസ പോകുന്നതായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നേ ഉള്ള ജനറേഷൻ, ഇപ്പൊ നമ്മുടെ കുറച്ചുകൂടെ മുന്നത്തെ ജനറേഷനിൽ എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്കാംസ് നടക്കുമായിരുന്നു. ഇപ്പൊ ഹർഷത് മേത്ത സ്കാം, അങ്ങനെ കുറെ സ്കാംസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് നല്ലോണം ക്രാഷ് ആയി, അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് ചുറ്റുപാടുള്ളവര് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടു, അവരുടെ പൈസ പോയി, അത് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ സ്കാംസും ഒന്നും നടക്കാൻ ഭയങ്കര സാധ്യത കുറവാ. അത് അന്നത്തെ ആൾക്കാരുടെ വൾണറബിലിറ്റി ആയിരുന്നു. അതെ. അതേപോലെ ഇപ്പോഴത്തെ ആൾക്കാരുടെ വൾണറബിലിറ്റി എന്ന് പറയുന്ന ഇതാണ് ഈ ഉം. ഒരു ട്രെൻഡ് ഫോളോയിങ് മാനർ. ഉം. അപ്പം അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ മിക്കവാറും അടുത്തിടെ നോക്കുന്നത്. ഉം. അപ്പൊ ഇത് കുറച്ച് ആൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അടുത്ത കണ്ടുപിടി. ഉം. ഇത് ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരിക്കലും ഉം. അതിനെ നിർത്താൻ പറ്റുമെന്ന് പറയത്തില്ല. പക്ഷെ നമ്മളൊന്ന് അലേർട്ട് ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യം നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. ഇപ്പം ആ ഭൂമിയെങ്കിൽ എയുടെ ഫ്രണ്ടിൽ പോയി കോഴ്സ് വയ്ക്കുക, എയുടെ കോഴ്സ് വയ്ക്കുക. അതുപോലെ തന്നെ പണ്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ബുക്കിൽ ഞാൻ വായിച്ച, അതെന്ന് വെച്ച് കഴിയുമ്പം ഗോൾഡ് മറ്റേ ഈ ഏതോ ഒരു സ്ഥലത്ത്, എവിടാന്ന് എനിക്കറിയത്തില്ല, നിനക്കറിയാമോ? എന്തോ ഗോൾഡ് ഭയങ്കരമായിട്ട് മൈൻ ചെയ്തോണ്ടിരുന്നത്, ഗോൾഡിന്റെ വാല്യൂ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കൂടിയില്ലേ ഓർമ്മ. പണ്ട്? ആ ഒരു ബുക്കിൽ ഞാൻ വായിച്ച, ആ സമയത്ത് ഗോൾഡിന്റെ പുറകെ പോവാതെ ഗോൾഡ് കുടിക്കുന്ന മറ്റേ ഷോയിലില്ലേ, ഉം. അത് വിൽക്കണം. ഓക്കെ. അങ്ങനെ ചെയ്തവരെ കുറെ കൂടെ ഏൺ ചെയ്ത്. അതെ. അത് അങ്ങനെയൊക്കെ ഓരോ ബുക്സിലൊക്കെ വായിച്ചിട്ടുണ്ട്. ശരിക്കും അത് ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു. അതിന് പുറകെ പോയി കാശ് ഉണ്ടാക്കുന്നതിന് പകരം അതിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അഗ്രികൾച്ചർ ആണെങ്കിൽ തന്നെ ഓരോ ടൂൾസ് ഉണ്ടാക്കുന്നത്. അതെ. അഗ്രികൾച്ചർ ടൂൾസ് ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ സ്കെയിൽ നമുക്ക് വലുതാവുകയാണ്. അഗ്രികൾച്ചർ നമുക്കൊരു സ്റ്റാറ്റിക് ആയിട്ട് സ്ഥലം മാത്രമേ ഉള്ളൂ. ഉം. പക്ഷെ മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സ്കെയിൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ. പക്ഷെ ഇങ്ങനെയുള്ള ഇതൊക്കെയെന്ന് പറയുമ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇത്രയും നാളും നമ്മുടെ സ്ഥിരം കണ്ടുവന്ന് അതെ മനസ്സിലായ കുറെ മനസ്സിലായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികൾ, അല്ലെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവരിലേക്കൊക്കെ ഇങ്ങനെയുള്ള കുറെ കാഴ്ചപ്പാടുകളും കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. അവരുടെ തലയിലേക്ക് ഇടിച്ചു കയറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, ജോലി വാങ്ങിക്കുക. അതാണ് അവരുടെ തലയിലേക്ക് എല്ലാവരും ഇടിച്ചു കയറ്റാൻ നോക്കുന്നത്. പക്ഷെ കുറെ കൂടെ എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, അല്ലെ ഇതിനു മുന്നേ എന്തൊക്കെ നടന്നിട്ടുണ്ട്, അതിനെപ്പറ്റി ഒരു റിയലൈസേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറെ കൂടെ ഒരു വിഷൻ വരും. എനിക്ക് എന്ത് പഠിക്കണം, ഫ്യൂച്ചറിൽ എന്ത് പഠിക്കണം, എന്താവണം. അവരുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു സ്കില്ല് കാണുമല്ലോ, എന്തെങ്കിലും ഒരു കഴിവ് കാണുമല്ലോ, ഓരോ ടൈപ്പ് കഴിവ് കാണുമല്ലോ. അത് അവർക്ക് തന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആണ് പറഞ്ഞോട്ട്. ഈ മിക്ക പലവരും പ്രശ്നം വെച്ചാൽ അവരുടെ പാഷൻ ഒന്നും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഉം. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഓക്കെ ഓക്കെ ഇത് ചെയ്താൽ ചിലപ്പോൾ അല്ലെ വേറെ മറ്റൊരു രക്ഷപ്പെട്ടു, അപ്പൊ ഞാനിത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും, അല്ല ഇത് ചെയ്താൽ എനിക്കും ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യും. പക്ഷെ അത് ചെയ്യുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല. അപ്പൊ ഈ പാഷൻ ഫിഗർ ഔട്ട് ചെയ്യാന്ന് പറയുമ്പം ഉള്ള വഴി നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിന് നമുക്ക് എത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വെച്ചിട്ട് നമുക്ക് മനസ്സിലാവേണ്ട പാഷൻ എൻ്റെ ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ബാക്കിയുള്ള ഫാക്ടേഴ്സും നോക്കണം, പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ എന്തൊക്കെയാണ് നടക്കുന്നത് എല്ലാം നോക്കണം പോവാൻ.